CPM പ്രതിനിധിയിലേക്ക് പോകുന്നത്. ശ്രീ VPP മുസ്തഫ, തെരഞ്ഞെടുപ്പ് പരാജയം എന്തുകൊണ്ട് എന്ന വിലയിരുത്തലേക്ക് നിങ്ങൾ എത്തിയോ? എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന വിലയിരുത്തലേക്ക് എത്തിയോ? നാളെ ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുകൾ നടത്തുകയാണോ ചെയ്യുക, അതോ അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് വരുമോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ പ്രാഥമികമായ നിഗമനങ്ങൾ ഇന്നലെ തൊട്ട് തന്നെ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി ഉൾപ്പെടെ മിക്കവാറും നമ്മുടെ നേതൃനിരയിലുള്ള സഖാക്കളെല്ലാം, തൊട്ട് മുമ്പ് സഖാവ് EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ എല്ലാം പ്രാഥമികമായിട്ടുള്ള റിമാർക്സ് വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നിലവിൽ വ്യക്തിപരമായിട്ടുള്ള നേതൃതലത്തിൽ നിൽക്കുന്ന നേതാക്കൾ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ, കമന്റുകൾ എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. പാർട്ടിയുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിലപാട് വരിക എന്ന് പറയുന്നത് താങ്കളിപ്പോൾ സൂചിപ്പിച്ച നാളെ സെക്രട്ടേറിയറ്റ്, തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സമിതി, അങ്ങനെ യോഗങ്ങൾ ചേർന്ന് പരിശോധനകൾ നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കളും ഒരുപോലെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശ്രീ VPP മുസ്തഫ, ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ വിമർശനമുള്ള ഒരു പ്രതികരണവും കണ്ടില്ല. ഇതിൽ UDF-നെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ BJP കുറ്റപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ നിങ്ങൾ എങ്ങനെ തോറ്റു എന്നുള്ള നിങ്ങളുടെ ആത്മവിമർശനപരമായ പ്രതികരണങ്ങൾ കണ്ടില്ല, ഒരു നേതാവിൽ നിന്നും കേട്ടില്ല. എല്ലാവരുടെയും പ്രസ്താവനകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്നാണ്. എല്ലാവരുടെ പ്രസ്താവനയിലും ആ വാചകമുണ്ട്. പരിശോധിക്കും, തിരുത്തും എന്ന് തന്നെയാണ് ഉള്ളത്. ഇന്ന് ദേശാഭിമാനി പത്രത്തിന്റെ തലക്കെട്ട് തന്നെ തിരുത്തും, മുന്നേറും എന്നാണ്. ഇത്രത്തോളം ആത്മവിമർശനം നടത്തിയിട്ട് അത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വേറെന്തെങ്കിലും കെറിവ് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത്രയും കൃത്യമായിട്ട് തന്നെയാണ് പാർട്ടി പറയുന്നത്. ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ മുമ്പും ഇതുപോലുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് പോവുക. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ താങ്കളൊക്കെ അവതരിപ്പിച്ച ഇൻട്രോയിൽ അവതരിപ്പിച്ച കാര്യങ്ങളും ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണോ യഥാർത്ഥ വസ്തുതകൾ? അതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടോ? ഉൾക്കൊള്ളും. അതിൽ വെച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. പക്ഷെ ഇവിടെ നിങ്ങൾ കൃഷ്ണദാസ് എടുത്ത സമീപനം തന്നെ നോക്കൂ. ഞങ്ങളിപ്പോൾ വലിയ നിലയിൽ മത തീവ്രവാദികളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ആളാണ് കേരളത്തിലെ CPM. മുസ്ലിം പ്രീണനം നടത്തുന്നു. ഇതാണ് അദ്ദേഹം അടിവരയിടുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വസ്തുതാപരമല്ലാത്ത കാര്യവും പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയോ അങ്ങോട്ട് പോയതോ അല്ല. അന്ന് CPM സെക്രട്ടറി ആയിരുന്ന എന്നെ കാണാൻ വന്നിട്ടുണ്ട്, അവരുടെ നിലപാടുകൾ പറഞ്ഞു. അപ്പോൾ തന്നെ അവരുടെ നിലപാടിനോടുള്ള എതിർപ്പും ഞാൻ പറഞ്ഞു. ഒരു സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല, അല്ലാതെ സഖ്യമുണ്ടാക്കി എന്നല്ല പറഞ്ഞത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി CPM-നെതിരെ സഖ്യമുണ്ടാക്കിയ പാർട്ടിയാണ് BJP. ഈ കഴിഞ്ഞ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? കൃഷ്ണദാസ് ഇവിടുന്ന് പോയി. പക്ഷെ ചോദിക്കേണ്ട ചോദ്യം അതാണല്ലോ. കാശ്മീർ നമുക്കറിയാലോ, അവര് വലിയ നിലയിൽ തീവ്രവാദമൊക്കെ അടിച്ചമർത്തി ഞങ്ങൾ ഇതാ മോഡിയുടെ 56 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ കാശ്മീരിനെ 3ആയി പിരിച്ചിട്ട് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്തി. കുൽഗാം മണ്ഡലത്തിലെ NDA-യുടെ BJP-യുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അവര് പിന്തുണച്ചത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ ജയിച്ചതാരാ? ഒരു തവണയല്ല, കഴിഞ്ഞ 4 തവണയായിട്ട് കുൽഗാം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നത് CPIM ആണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മുഹമ്മദ് യൂസഫ് തരീഖാമിയാണ്. ആ CPM-ന് ഒരു സീറ്റേ ഞങ്ങൾ അവിടെ ജയിക്കുന്നുള്ളൂ. അവിടെ പോലും CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പരസ്യമായി, തങ്ങൾക്ക് വേണ്ടത്ര ശേഷിയില്ലാത്തത് കൊണ്ട് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതാണ് BJP. ഏത് കാശ്മീർ പോലെ ഞങ്ങൾ ദുർബലമായ ഒരു സ്റ്റേറ്റിൽ പോലും ഇവിടെ സന്ദീപ് വാര്യർ ശരിയായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയ മാത്രമല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ, ഡൽഹിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ RSS-ന്റെ നേതാവ് KK ജെയിൻ വേറെ ഒരു പാർട്ടിക്കാരെയും വിളിച്ചിരുന്നില്ല ആ പരിപാടിയിലേക്ക്. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആളുകളെ വിളിച്ചിരുന്നില്ല. ആകെ ജമാഅത്തെ ഇസ്ലാമി ക്ഷണിച്ചിരുന്നത് RSS-നെയാണ്. RSS-ന്റെ അഖിലേന്ത്യാ കാര്യവാഹകന്മാരിലൊരാളായിട്ടുള്ള KK ജെയിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. VPP മുസ്തഫ, ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും രണ്ടാണ്. പക്ഷെ രണ്ടും ഒന്നെന്ന മട്ടിൽ നിങ്ങൾ ഇവിടെ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഒരു വലിയ സംവിധാനമല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടോ?
പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി മുഖാമുഖത്തിൽ ഇത് തന്നെ ആവർത്തിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾക്കുണ്ടായ വോട്ട് ചോർച്ച അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇനിയും അത് തന്നെയാണോ തുടരുന്നത്? ഒന്ന് താങ്കൾ പറഞ്ഞതിലുള്ള ഒരു പെശക്, ഈ പേരിൽ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പുറത്ത് മറ്റ് ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആഗോളതലത്തിൽ ഇവരെല്ലാം നയിക്കുന്ന പ്രത്യയശാസ്ത്രം ഒന്നാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ ലോകത്തിലെ ബ്രദർഹുഡ്, ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ നേതാക്കളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചിട്ടാണ് കോഴിക്കോട് എയർപോർട്ടിന് മുന്നിൽ ഒരു സമരം നടന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ. അത് നമ്മുടെ മുന്നിൽ ഈ കേരളത്തിലാണ്. നമ്മുടെ മുന്നിൽ ശ്രീ വി പി മുസ്തഫ പലതവണ ചർച്ച ചെയ്ത് ചെടിച്ചുപോയ കാര്യമാണെങ്കിലും നിങ്ങൾ സഹകരിച്ചതിന്റെയും നിങ്ങൾ തമ്മിൽ കണ്ടതിന്റെയും നിങ്ങൾ വേദികൾ പങ്കിട്ടതിന്റെയും ചിത്രങ്ങളും വാർത്തകളും ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല നിലപാടുണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ വാർത്താ കട്ടിങ്ങളൊക്കെ പല തവണ ചർച്ച ചെയ്തതാണ്. പറയുമ്പോൾ തന്നെ ചെടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ മാത്രമായി ഊന്നേണ്ടതില്ല. അപ്പോൾ ഇതും ഒരു ഘടകമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. പക്ഷേ അങ്ങ് ഇപ്പോഴും അത് ഉന്നയിക്കുന്നതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.